നമ്മള് പറഞ്ഞു പക്ഷെ കേൾക്കുന്നില്ല. ഒരു പാത്രം പിടിക്കാനുള്ള ഒരു തുണി, പിന്നെ ഒരെണ്ണം ഇങ്ങനെ തുടക്കാനുള്ള തുണി, ഈ 2 തുണി മിനിമം. അത് ഓൾറെഡി ബിഗ് ബോസിനോട് പറഞ്ഞു കഴിഞ്ഞു, പറഞ്ഞിട്ടുണ്ട്. അത് ബിഗ് ബോസിന് ജെനുവിൻ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ എന്റെ ജോലി വളരെ കൃത്യമായിട്ട് ചെയ്തു, ഞാൻ അറിയിക്കാം. മനസ്സിലായോ? അപ്പൊ ഇനി ബിഗ് ബോസ് ഡിസൈഡ് ചെയ്യട്ടെ അത് ഇവിടെ ആവശ്യമാണോ ആവശ്യമല്ലേ എന്ന്. ഓക്കെ, ആവശ്യമാണെങ്കിൽ ബിഗ് ബോസ് തരും, ഒരുപാട് മരങ്ങളെ ഒഴിവാക്കും, അത്രേ ഉള്ളൂ. അതിനനുസരിച്ച് കിച്ചൺ ടീം അക്കോർഡിംഗ്ലി പെരുമാറുക, ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന് കേട്ടതിന് 2 മാസം മുന്നേ അവള് വീട്ടിലേക്ക് ഇറങ്ങി, പുറത്തേക്ക് ഇറങ്ങി. എന്തിന്? ജോലിക്ക്. എന്തുകൊണ്ട് ചോദിക്കുമല്ലോ, എന്തുകൊണ്ടാണ് എന്ത് ചെയ്തെന്ന്. അത് മറയ്ക്കാൻ വേണ്ടിട്ട് അവള് ജോലിക്ക് ഇറങ്ങി. ഈ കാര്യം അതിന്റെ സീരിയസ്നെസ്സോട് കൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ ഡിസിഷൻ എടുക്കേണ്ടത് ബിഗ് ബോസ് ആണ്. ബിഗ് ബോസിന് അത് ജെന്യൂൻ ആയിട്ട് തോന്നുകയാണെങ്കിൽ ബിഗ് ബോസ് അത് കൊടുത്തേക്കും, അല്ലെങ്കിൽ ബിഗ് ബോസ് കൊടുത്തേക്കില്ല. അത്ര മാത്രമേ ഉള്ളൂ. ആലോചിച്ചാൽ കിട്ടാവുന്ന ഒരു ഉത്തരേ ഉള്ളൂ. ചുമ്മാ ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഉത്തരം 20 പ്രാവശ്യം. ബിഗ് ബോസിനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന്. ബിഗ് ബോസിനെ പണി പഠിപ്പിക്കുകയാണ് നീ. ഏത് അല്ലേ? ഇനിയും പണി കറങ്ങിയത് ബിഗ് ബോസിനെ പണി പഠിപ്പിക്കുക. ടേപ്പ് റെക്കോർഡറൊക്കെ സ്റ്റക്കാവില്ലേടാ പണ്ട്? അത് തന്നെ. അപ്പൊ ഒരു പാട്ടിനെ അല്ല ആ സാധനം തന്നെ തിരിച്ച് വീണ്ടും കളിച്ചോണ്ടിരിക്കുക. ടേപ്പ് റെക്കോർഡറാണ്. ചായ വിളമ്പി വെച്ചിട്ടുണ്ട്, ആക്കൊക്കെ വേണോ വന്നെടുക്കുക. ഉണ്ടായിരുന്നല്ലോ. ചായ വേണ്ടവരെടുക്കുക കേട്ടോ. ചായ ചായ ചായ. ആരെ കൊണ്ട് വെച്ച്? അല്ല, വെസൽ ടീമിന്റെ ഡ്യൂട്ടി അല്ല, ഓരോരുത്തർ വെക്കുന്നവരുടെ ഡ്യൂട്ടി. ആരെ വെച്ച വെസൽ ടീമിന്റെ ഡ്യൂട്ടി അതിനകത്ത് കൊണ്ടിടുന്ന കിച്ചന്റെ ഇവിടെ ഉള്ള കഴുകണ്ട. അത് ആരാ വെച്ചെന്ന് ചോദിച്ചാൽ മതി. ശരിയാ, മാറിപ്പോയതാ. ക്യാപ്റ്റൻ ഇത്രയും കിടന്ന് അലക്കുന്നതല്ലേ, അത് കണ്ടു. ആ സ്പൂൺ ആരാ കൊണ്ട് വെച്ചെന്നൊന്ന് ചോദിച്ചേ, അതൊന്നും പറ്റത്തില്ലേ? എവിടെയാണ് സ്പൂൺ ഇരിക്കുന്നത്? ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നേ? അവിടെ സ്പൂൺ ഇരിക്കുന്നു, ആരാ വെച്ചെന്ന് ചോദിക്കും. അത് ശൈത്യ പോയിട്ട് എടുത്ത് അതിന്റെ സ്ഥാനത്ത് പറ്റത്തില്ല. വേറെ ആരെങ്കിലും വെച്ച സ്പൂൺ ഞാൻ എന്തിനാ എടുക്കുന്നത്? വെസൽ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കൊണ്ടുവരുന്ന പാത്രം കഴുകൊള്ളാം. താമിന് എന്തിനാ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ നടക്കുന്നത്? ശൈത്യ അത് ആദ്യം കണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആരാണോ ആദ്യം കണ്ടത് അവര് ഒരു വ്യക്തി എന്ന നിലയിൽ ആ ടീസ്പൂൺ എടുത്ത് അതിന്റെ യഥാസ്ഥാനത്ത് കൊണ്ടുവയ്ക്കുക. ഇതൊക്കെ സിമ്പിൾ മാനേഴ്സ്. നമ്മൾ വീട്ടിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. സിമ്പിൾ